റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസുലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസുലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. ഒരു രാവിലുള്ള ഇബാദത്തിൻ അൽഫി ശക്ർ. അമലിന്റെ കൂലി ലൈലിൽ ഖാസ് എന്ന പവർ. ഒരു രാവിലുള്ള ഇബാദത്തിൻ അൽഫി ശക്ർ. അമലിന്റെ കൂലി ലൈലിൽ ഖാസ് എന്ന പവർ. ളുൽമിന്റെ കൂട്ടരിതിന്റെ പോരിഷ തള്ളുന്നു. ലന്നിന്റെ മീലാദ് രാവശ്രേഷ്ഠമെന്നോതുന്നു. റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസുലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. ഖദ്റിന്റെ രാവിൽ കഴിയണം പള്ളിയിലായി. അസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار.
ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അവൻ്റെ ആദർശത്തെ പരിഗണിച്ചുകൊണ്ടല്ല പൂർത്തിയാക്കി കൊടുക്കുന്നതെന്നും മറിച്ച് മനുഷ്യരോട് മൊത്തത്തിൽ അവൻ്റെ ആവശ്യങ്ങളെ അല്ലാഹു കരുണയോടെ, കൃപയോടെ, ഉത്തരവാദിത്തത്തോടെ മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് നിർവഹിച്ചു കൊടുക്കുകയാണെന്നും നാം വിശദീകരിക്കുകയുണ്ടായി. അതാണല്ലോ കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു നിർത്തിയത്. ആവശ്യങ്ങൾ ഏതുപോലെയാണെന്നാണ് നാം പറഞ്ഞത്. വിശക്കുന്നവന് ഭക്ഷണം ആവശ്യമാണ്, ദാഹിക്കുന്നവന് വെള്ളം ആവശ്യമാണ്, അതേപോലെ അന്തിയുറങ്ങാൻ ഒരു വീട് ആവശ്യമാണ്, ജീവിക്കാൻ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടം ആവശ്യമാണ്, സമയമാകുമ്പോൾ വിവാഹം ആവശ്യമാണ്, വിവാഹം കഴിഞ്ഞാൽ മക്കൾ, സന്താനങ്ങൾ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾക്ക് മതത്തിൻ്റേതായ ഒരു പ്രത്യേകതയില്ല. ആവശ്യങ്ങൾ മാനുഷികമാണ്. ഹിന്ദുവിൻ്റെ ആവശ്യം, ക്രിസ്ത്യാനിയുടെ ആവശ്യം, മുസ്ലിമിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടൊരാവശ്യമില്ല. മുസ്ലിമായ വിശപ്പ്, ഹിന്ദുവായ വിശപ്പ്, ക്രിസ്ത്യാനിയായ വിശപ്പ്, അങ്ങനെ ഒരു വിശപ്പില്ല. മുസ്ലിമായ വേദന, ക്രിസ്ത്യാനിയായ വേദന, അങ്ങനൊരു വേദനയില്ല. ഇതെല്ലാം മനുഷ്യർക്ക് മൊത്തത്തിലുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവാണ് പൂർത്തിയാക്കി കൊടുക്കുന്നത്. അത് അള്ളാഹു ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ശക്തിയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു വസ്തുവിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒന്നിനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. വിശപ്പ് തീർത്തു കൊടുക്കുക എന്നത് ഭക്ഷണത്തിൻ്റെ സിഫത്തല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭക്ഷണം അതിനൊരു കാരണം മാത്രമാണ്. ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് വിശപ്പ് തീർന്നോളണമെന്നില്ല. ചിലപ്പോൾ അതുകൊണ്ട് വിശപ്പ് കൂടിയേക്കാം. ചിലപ്പോൾ ആ ഭക്ഷണം കഴിച്ചതായിരിക്കും അവൻ്റെ സകല വിപത്തിനും കാരണമായി ഭവിക്കുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും കൺട്രോളിലും ആണ്. അതേപോലെ തന്നെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അള്ളാഹു ഭൂമിയിൽ ആദർശം എന്നത് നിബന്ധനയാക്കി വെച്ചിട്ടില്ല. ബിസ്മി ചൊല്ലി വിവാഹം കഴിക്കുന്നവനിക്കും മക്കളെ അള്ളാഹുവാണ് കൊടുക്കുന്നത്. യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്നവനിക്കും മക്കളെ അള്ളാഹുവാണ് കൊടുക്കുന്നത്. ശ്രീകൃഷ്ണന്മാരെയും രാമന്മാരെയും വിളിച്ച് കല്യാണം കഴിക്കുന്നവർക്കും മക്കളെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആരോഗ്യത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വിവാഹം കഴിക്കുന്ന ഒരു ഭൗതികവാദിക്കും മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇവിടെ എന്താണ് അള്ളാഹു സ്വീകരിക്കുന്ന രീതി? മനുഷ്യൻ്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുക എന്ന പൊതുരീതിയാണ്. ഇതാണ് ദുനിയാവിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിൽ വ്യവസ്ഥകൾ വെച്ചത് പിന്നെ എന്തിനാണ്? അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യും. ഓരോ മനുഷ്യനും ആവശ്യം പൂർത്തിയാക്കാൻ സ്വീകരിച്ച വഴികളെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടാവും. അവിടെ അള്ളാഹു തആല മതങ്ങളെ പരിഗണിക്കും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ആദർശത്തെ പരിഗണിക്കും. അതെ, അവിടെയാണത് പരിഗണിക്കുക. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥകൾ വെച്ചത്. നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രഥമമായിട്ട് പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബിഈന വന്നസ്വാറ വൽമജൂസ വല്ലദീന അശ്റകു ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മതങ്ങളെ പേരെണ്ണി പറഞ്ഞത്, ആദർശങ്ങളുടെ പേരെണ്ണി പറഞ്ഞത്, ദർശനങ്ങളുടെ പേരെണ്ണി പറഞ്ഞത്. എന്താണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? തീർച്ചയായും മുഅ്മിനീങ്ങൾ, അല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ. ആരാണ് മുഅ്മിനീങ്ങൾ? അള്ളാഹുവിനെ അംഗീകരിക്കുകയും
അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവർ. വല്ലദീന ഹാദു, ജൂതന്മാർ. ആരാണ് ജൂതന്മാർ? അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹു അല്ലാത്ത ഉസൈറിനെ ആശ്രയിക്കുകയും ചെയ്യുന്നവർ. വസ്വാബിഈന, സ്വാബിയക്കാർ. അവരാരാണ് സ്വാബിയക്കാർ? അള്ളാഹുവിനെ അംഗീകരിക്കുകയും സൂര്യ ചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുകയും ചെയ്യുന്നവർ. വന്നസ്വാറ, ക്രിസ്ത്യാനികൾ. ആരാണവർ? അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ കൂടാതെ യേശുവിനെയും മറിയത്തെയും ആശ്രയിക്കുകയും ചെയ്യുന്നവർ. വൽ മജൂസ, മജൂസികൾ. ആരാണവർ? അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ കൂടാതെ തീനാളങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നവർ. വല്ലദീന അശ്റകു, മുശ്രിക്കീങ്ങൾ. നാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈന്ദവർ. ആരാണവർ? അള്ളാഹുവിനെ അംഗീകരിക്കുകയും അല്ലാത്ത വ്യക്തികളെയോ ശക്തികളെയോ വസ്തുക്കളെയോ മറ്റോ ആശ്രയിക്കുകയും ചെയ്യുന്നവർ. ഇവിടെ ഒരു കസേര വെക്കുന്നു. ഇത് വലിയൊരു വിഷയമാണ്. ഇവരെ സംബന്ധിച്ചൊക്കെ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. മതക്കാർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക ഖിയാമത്ത് നാളിലാണ്. മതക്കാർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക ഖിയാമത്ത് നാളിലാണ്. ഭൂമിയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ആവശ്യങ്ങൾ ഉടക്കപ്പെടും, ആവശ്യങ്ങൾ പൂർത്തിയാകാതെ വരും. അള്ളാഹു ആദർശം നോക്കിയിട്ടല്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്. നാം പലവരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല മതവും ജാതിയും നോക്കിയിട്ട് മക്കളെ കൊടുക്കാറില്ല. മതവും ജാതിയും നോക്കിയിട്ട് കൃഷിയിൽ ഉൽപാദനം നൽകാറില്ല. മതവും ജാതിയും നോക്കിയിട്ട് കുടിക്കുന്ന വെള്ളം കൊടുക്കാറില്ല. മതവും ജാതിയും നോക്കിയിട്ട് ആരോഗ്യം കൊടുക്കാറില്ല. മനുഷ്യർക്ക് മൊത്തത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ മതവും ജാതിയും നോക്കിയിട്ട് അള്ളാഹു സഹായിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ജാതി മതവിഭാഗത്തെ ആയാലും ശരി, ആരുടെ കയ്യിലാണോ അള്ളാഹു അധികാരം നൽകുന്നത് ആ അധികാരം നടത്താൻ ആവശ്യമായ വസ്തുക്കളെ അള്ളാഹുവാണ് നൽകുന്നത്, ഉപകരണങ്ങളെ അള്ളാഹുവാണ് നൽകുന്നത്, അതിനാവശ്യമായ വസ്തുതകളെ അള്ളാഹുവാണ് നൽകുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാളാണ് രാജ്യം ഭരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഇന്നത് കൊടുക്കൂല എന്ന് അല്ലാഹു തആല തീരുമാനിക്കാറില്ല. ഇന്നാളാണ് രാജ്യം ഭരിക്കുന്ന രാജ്യത്തിലെ മഴ പെയ്പ്പിക്കുകയില്ല എന്ന് അല്ലാഹു തീരുമാനിക്കാറില്ല. ആ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കൂല എന്ന് അല്ലാഹു തീരുമാനിക്കാറില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതും അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതും അള്ളാഹുവാണ്. തൊട്ടിപ്പുറത്ത് നമ്രൂദിൻ്റെ ആവശ്യങ്ങളും ഒന്നും ഒഴിയാതെ നടത്തിക്കൊടുത്തവനും അള്ളാഹുവാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്രായേലിയരുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തതും അള്ളാഹുവാണ്. ഫിർഔന്റെയും കിബ്തികളുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തതും അള്ളാഹുവാണ്. ഈ കാര്യത്തിൽ അല്ലാഹു തആല ഒരു തരത്തിലുള്ള വേർതിരിവുകളും കാണിക്കാറില്ല. അതേ സന്ദർഭത്തിൽ ഈമാന്റെ അഹ്ലുകാർക്ക് ഒരു ഔദാര്യം ചെയ്തു കൊടുക്കാറുണ്ട് അല്ലാഹു ദുനിയാവിൽ. അതെന്താണ്? നിഅമത്തുകളിലുള്ള വർധനവല്ല, ബറക്കത്തുകളിലുള്ള പെരുപ്പം അല്ലാഹു തആല കൊടുക്കാറുണ്ട്. എന്താണ് ബറക്കത്തും നിഅമത്തും തമ്മിലുള്ള വ്യത്യാസം? നിഅമത്ത് എന്നത് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട വസ്തുക്കളാണ്. ബറക്കത്ത് എന്നത് ആകാശത്തിൽ നിന്ന് ഔദാര്യമായി ലഭിക്കേണ്ടതാണ്. നിഅമത്ത് ലഭിക്കുന്നതിന് ആദർശം ഷർത്തില്ല, ബറക്കത്ത് ലഭിക്കുന്നതിന് ആദർശം ഷർത്താണ്. ബറക്കത്ത് ലഭിക്കുന്നതിന് ആദർശം ഷർത്താണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു നാട്ടുകാർ അവർ തഖ്വയുള്ളവരാണ്, അവർ ഈമാനുള്ളവരാണ്, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു തആല ദുനിയാവിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമുണ്ട്. അതെന്താണ്? ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം ബറക്കത്തുകൾ കൊടുക്കുന്നതാണ്. നാം കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ബറക്കത്തോട് ഉദ്ദേശിക്കുന്ന എന്താണ്? നിഅമത്തിന്റെ പെരുപ്പം ബറക്കത്തിന് ആവശ്യമില്ല. 1000 ഉറുപ്പിക കൊണ്ട് 1,00,000 ഉറുപ്പികന്റെ ആവശ്യം പൂർത്തിയാകുന്നതിന്റെ പേരാണ് ബറക്കത്ത്. നിഅമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1000 ഉറുപ്പ്യ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായാലും തീരൂല. അതാണ് നിഅമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഅമത്തുകൾ വർദ്ധിക്കും തോറും ആവശ്യങ്ങൾ പെരുകി പെരുകി വരും. ആവശ്യങ്ങൾ പൂർത്തിയാകത്തുമില്ല. അതേ അവസരത്തിൽ ഇഷ്ടം പോലെ നിഅമത്തുകൾ കുന്നുകൂടുകയും ചെയ്യും. അത് അവസാനം ഒന്നിക്കിൽ ശിക്ഷയ്ക്ക് കാരണമായി തീരും, അല്ലെങ്കിൽ പരീക്ഷണത്തിന് കാരണമായി തീരും.
വസ്തുക്കളുടെ പെരുപ്പം, സാമ്പത്തികമായ വർധനവ്, വസ്തുക്കളുടെ വർധനവ്, വിഭവങ്ങളുടെ വർധനവ്, ഒന്നിക്കിൽ മൂമിനീങ്ങൾക്കത് പരീക്ഷണ വസ്തുവായിരിക്കും, അല്ലെങ്കിൽ മൂമിനീങ്ങൾക്കത് ശിക്ഷാവസ്തുവായിരിക്കും. ശിക്ഷയായാൽ അത് അപകടമാണ്. പരീക്ഷയാകുമ്പോൾ അതിൽ നിന്ന് ജയിക്കുന്നവർക്ക് അബൂബക്കർ സിദ്ദീഖോടൊപ്പം, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫോടൊപ്പം, അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാനോടൊപ്പം അവർക്ക് രക്ഷപ്പെടാം. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു പോയാലോ കാറൂനോടൊപ്പം, ബൽആമോടൊപ്പം അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യാം. ബൽആം മുസ്ലിമാണ്, മുഅ്മിനാണ്, മുവഹിദാണ്, പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷയിൽ ബൽആം തോറ്റു. കാറൂൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷയിൽ കാറൂൻ തോറ്റു. രണ്ടാളെ സംബന്ധിച്ചും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ അവസരത്തിൽ പരീക്ഷയിൽ ജയിച്ചവരാണ് ആരൊക്കെ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗോള ചക്രവർത്തിയാണ്. അധികാരം അവകാശമല്ല, അധികാരം പരീക്ഷണമാണ്. അധികാരം പരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അധികാരം നടത്തി ജയിച്ചു. അതേ അവസരത്തിൽ ഹാമാൻ, അതേപോലെ ശദ്ദാദ് അധികാരം നടത്തി തോറ്റു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിന്റെ ആധിക്യത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞത് എന്താണ്? മോമിനീങ്ങളിൽ നിന്ന് ആരുടെ കയ്യിലാണ് അല്ലാഹു തആല നിഅമത്തിന്റെ ആധിപത്യം നൽകുക? അല്ലെങ്കിൽ മൊത്തത്തിൽ കാഫിരീങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും കയ്യിൽ നിഅമത്തിന്റെ ആധിപത്യം നൽകൽ എപ്പോഴാണ്? അല്ലാഹു തആല കടുകടുത്ത രീതിയിൽ അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ്. അല്ലാഹു എന്ത് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർ മറന്നു കളഞ്ഞപ്പോൾ, അഹ്ലു കിതാബിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്, അവർ മറന്നു കളഞ്ഞു. നമ്മുടെ ഉപദേശങ്ങൾ, നമ്മുടെ കിതാബുകൾ, നമ്മുടെ റസൂലുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നബിമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ, അതിനെ വിട്ടുകളഞ്ഞപ്പോൾ, എന്നിട്ട് അവർ സ്വയം ഇച്ഛപ്രകാരം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു പറഞ്ഞു, നാം എന്താണ് ചെയ്തത്? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ഭൂമിയിലുള്ള സകല വസ്തുക്കളുടെയും സകല പദാർത്ഥങ്ങളുടെയും കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഭൂമിയിൽ നിന്ന് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് സ്വർണം പോലെയുള്ള ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ എണ്ണ പോലെയുള്ള വസ്തുക്കൾ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ വസ്തുക്കളുടെ ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കി കൊടുത്തു അവരുടെ കയ്യിൽ. ഭൂമി മുഴുവനും വസ്തുക്കളെ കൊണ്ട് നിറച്ചു. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ ഓരോരുത്തരുടെയും കയ്യിൽ ഇഷ്ടം പോലെ വാരി കോരി കൊടുക്കലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അബ്വാബ കുല്ലി ഷൈ. കുല്ലി ഷൈ അറബി അറിയുന്നവർക്ക് അറിയാം അതിന്റെ ശൈലി, ആ പ്രയോഗത്തിന്റെ ശൈലി. കുല്ലി ഷൈ, എന്തെല്ലാം ഉണ്ടോ അതിന്റെ ഒക്കെ കവാടം അല്ലാഹു തആല അവർക്ക് തുറന്നു കൊടുത്തു. എത്രത്തോളം ഹത്താ ഇദാ ഫരിഹു, ആർത്തിയും അലച്ചയും തീർത്ത് ജീവിക്കുവോളം, തിമിർത്ത് ജീവിക്കുവോളം, സുഖിച്ച് ജീവിക്കുവോളം, ആർത്തി തീർത്ത് ജീവിക്കുവോളം, അലച്ച തീർത്ത് ജീവിക്കുവോളം, തടീച്ചകൾക്കനുസരിച്ച് സകലതും അനുഭവിച്ച് ജീവിക്കുവോളം സമ്പത്തിന്റെയും വസ്തുക്കളുടെയും ആധിക്യം അവർക്ക് നാം ഉണ്ടാക്കി കൊടുത്തു. ഫഫസഖൂ ഫീഹാ ഹത്താ ഇദാ ഫരിഹു, പരമാവധി സുഖിക്കുവോളം അവരെ കയ്യിൽ നാം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖദിനാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. അങ്ങനെ ഒരു ദിവസം നാം അവരെ പിടിച്ചു. കടുകടുത്ത പിടിക്കൽ. ഒന്നിക്കൽ അത്യുഗ്രമായ സുനാമികളിലൂടെ, അല്ലെങ്കിൽ ഭൂകമ്പങ്ങളിലൂടെ, അല്ലെങ്കിൽ ഗർജനങ്ങളിലൂടെ, ഘോര ശബ്ദങ്ങളിലൂടെ, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളിലൂടെ, അല്ലെങ്കിൽ തീനാളങ്ങളിലൂടെ നാം അവരൊരു പിടുത്തം പിടിച്ചു. ഫഇദാഹും മുബ്ലിസൂൻ. അപ്പോൾ അവർ പൂർണ്ണമായും നിരാശരാകുകയും ആശ മുറിഞ്ഞവരാകുകയും എല്ലാം നഷ്ടപ്പെട്ടവരായി പോയി എന്ന് വിലപിക്കുകയും ചെയ്യുന്നവരായി തീരുന്നതാണ്. ഇതാണ് നിഅമത്തിന്റെ അവസ്ഥ. അല്ലാഹു തആല ചരിത്രം അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചു നോക്കിയാൽ, മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നൂഹ് നബിന്റെ കാലഘട്ടം മുതൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വരെയുള്ള മുഴുവൻ ചരിത്രവും പരിശോധിച്ചു നോക്കിയാൽ
വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന രീതി ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നാളെ ആഖിറത്തിലെത്തിയാൽ അള്ളാഹു ചോദ്യം ചെയ്യുന്ന രീതി എന്തായിരിക്കും? നമ്മൾ അതിനെയും കൂടി ഇതിനോട് കൂടി വായിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നിപ്പോകും? എങ്ങനെ ജീവിച്ചാൽ എന്താ, അള്ളാഹു കാര്യങ്ങൾ നടത്തി തരികയല്ലേ, അള്ളാഹു ആണ് കാര്യങ്ങൾ നടത്തി തരുന്നത് വിശ്വസിച്ചാൽ മതിയല്ലോ. അള്ളാഹു എനിക്ക് കുറെ ദുനിയാവ് തരുന്നു, ഞാൻ എവിടെ പോയാൽ എന്താ, ജാറത്തിൽ പോയി ചോദിച്ചാലും എനിക്ക് അള്ളാഹ് തരുന്നു, ഗുരുവായൂർ പോയി ചോദിച്ചാലും അള്ളാഹു എനിക്ക് തരുന്നു, പിന്നെ വേളാങ്കണ്ണി പോയി ചോദിച്ചാലും അള്ളാഹു എനിക്ക് തരുന്നു, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ പോയിട്ട് പെനക്കെട്ടാലും അള്ളാഹു എനിക്ക് തരുന്നു. ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത് അള്ളാഹു തആലക്ക് വിഷയമല്ല, എൻ്റെ കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. ശരിയാ, ദുനിയാവിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ നശിക്കുന്നതും കുറച്ച് സമയത്തേക്കുള്ളതുമായ ദുനിയാവിൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയായി എന്ന് വരാം. അതേ അവസരത്തിൽ ഇതിന്റെ പ്രത്യാഘാതം എന്താണ് അതും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടി ഇതിന്റെ ഒന്നിച്ചു കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്കതിന്റെ ഗൗരവം പിടുത്തം കിട്ടുക. അല്ലാഹു തആല വിചാരണയ്ക്ക് വേണ്ടി വേദി ഒരുക്കുകയാണ്. എപ്പോഴാണ് വിചാരണ നടക്കുക? ആഖിറത്തിലാണ്. എന്തുകൊണ്ടാണ് ആഖിറത്തിലേക്ക് വിചാരണ മാറ്റിവെച്ചത്? ആഖിറമാണ് വിചാരണ ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം. ദുനിയാവ് വിചാരണക്ക് പറ്റിയ സ്ഥലമല്ല, ദുനിയാവിൽ വിചാരണ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. ദുനിയാവ് അമൽ ചെയ്യാനുള്ളതാണ്, വിചാരണക്കുള്ളതല്ല. അദ്ദുന്യ ദാറുൽ അമൽ വൽ ആഖിറത്തു ദാറുൽ ജസാ. ദുനിയാവ് എന്തെങ്കിലും ചെയ്യാനുള്ളതാണ്, സൽക്കർമ്മികൾക്ക് സൽക്കർമ്മം ചെയ്യാനുള്ളതാണ്, ദുഷ്കർമ്മികൾക്ക് ദുഷ്കർമ്മം ചെയ്യാനുള്ളതാണ് ദുനിയാവ്. അതിനുള്ള ഏർപ്പാട് മാത്രമേ ദുനിയാവിലുള്ളൂ. അതേസമയം വൽ ആഖിറത്തു അൽ ആഖിറത്തു ദാറുൽ ജസാ, പ്രതിഫലം നൽകേണ്ടത് ദുഷ്കർമ്മികൾക്ക് ദുഷിച്ച പ്രതിഫലം, സൽക്കർമ്മികൾക്ക് നല്ല പ്രതിഫലം നൽകേണ്ടത് ആഖിറത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തികച്ചും ന്യായവും ശാസ്ത്രീയവുമാണ് ആഖിറത്തിലേക്ക് പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുന്നു എന്നത്. കാരണം എന്താ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോളക്കം സൃഷ്ടിച്ച ഒരു കൊലയാളിയുണ്ട്, റിപ്പർ ചന്ദ്രൻ. 1990-കളിൽ മലബാർ ഭാഗത്ത് പലരെയും അയാൾ കൊന്നു. ആരാണ് കൊന്നതെന്നും മനസ്സിലാകുന്നില്ല. ഏതാണ്ട് 17 പേരെ എങ്ങാനും കൊന്നു. അവസാനം അയാളെ പോലീസ് പിടിച്ചു, കോടതിയിൽ ഹാജരാക്കി, കേസ് വിചാരണ ചെയ്തു. അദ്ദേഹത്തെ, ആ റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു കണ്ണൂരിൽ നിന്ന്. അങ്ങനെ 1992-ലെങ്ങാനും ഒരു വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് റിപ്പർ ചന്ദ്രനെ 17 പേരിൽ 7 പേരെ കൊന്നത് തെളിഞ്ഞതിന്റെ പേരിൽ അയാളെ തൂക്കിക്കൊന്നു. 7 പേരെ കൊന്നതിന്റെ പേരിൽ റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊന്നത് ഒറ്റൊരു പ്രാവശ്യം മാത്രമാണ്. 7 പേരെ കൊന്നതിന് പകരം 7 പ്രാവശ്യം കൊല്ലാൻ ദുനിയാവിൽ ഏർപ്പാടില്ല. ദുനിയാവിൽ അതിന് ഏർപ്പാടില്ല. ഒരു പ്രാവശ്യം കൊല്ലാനേ ഏർപ്പാടുള്ളൂ ദുനിയാവിൽ. എങ്കിൽ 7 പേരെ കൊന്ന ഒരാളെ ഒരു തവണ കൊന്നാൽ അത് നീതിയാകുമോ? ഇല്ല. ഒരാൾക്കേ നീതിയാകുന്നുള്ളൂ, ബാക്കി 6 പേർക്കൊരു ആശ്വാസമേ ആകുന്നുള്ളൂ. ഒരാളെ കുടുംബത്തിന് നീതിയാണ്, ബാക്കി 6 പേരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം മാത്രമാണ്. എങ്കിൽ 7 പേർക്കും നീതി കിട്ടുന്നത് എപ്പോഴാണ്? അള്ളാഹു അവന്റെ നീതിയാകുന്ന പ്രകാശം കൊണ്ട് തിളങ്ങുന്ന ദിവസം, ഭൂമിയെ തിളക്കുന്ന ദിവസം, അത് മഹ്ശറയാണ്. 7 ആളെ കൊന്നവനെ 7 തവണ കൊല്ലാൻ ആഖിറത്തിൽ ഏർപ്പാടുണ്ട്. 1000 പേരെ കൊന്നവനെ 1000 തവണ കൊല്ലാൻ ആഖിറത്തിൽ ഏർപ്പാടുണ്ട്. ഭൂമിയിൽ ഒരാൾ കളവ് നടത്തി 10 പ്രാവശ്യം കട്ടു, അപ്പോഴവനെ പിടിച്ചത്. ഒറ്റ പ്രാവശ്യമേ അവന്റെ കൈ മുറിക്കാൻ പറ്റുകയുള്ളൂ, പിന്നെ കൈ വളരുകയില്ല. അപ്പോൾ 100 തവണ കട്ട ഒരു കള്ളന്റെ 100 പ്രാവശ്യം കൈമുറിക്കുക എന്നുള്ള നീതി ദുനിയാവിൽ നടക്കുകയില്ല. ഒരു പ്രാവശ്യം മുറിക്കുക എന്ന ആശ്വാസമേ ദുനിയാവിൽ നടക്കുകയുള്ളൂ. എന്നാൽ ആഖിറത്തിൽ അങ്ങനെയല്ല. 100 പ്രാവശ്യം കട്ട ഒരു കള്ളനെ 100 പ്രാവശ്യം ശിക്ഷിക്കാൻ ആഖിറത്തിൽ ഏർപ്പാടുണ്ട്. അള്ളാഹുവിന്റെ രീതി എന്താണ്? കുല്ലമാ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ശിക്ഷിക്കുന്ന രീതി, ഓരോ പ്രാവശ്യം ഒരു മനുഷ്യന്റെ തൊലി കരിഞ്ഞു തീരുമ്പോഴും അവൻ ഒടുങ്ങുകയല്ല, മറിച്ച് ബദ്ദൽനാഹും ജുലൂദ, വീണ്ടും അവന് തൊലികൾ നൽകിയിട്ട് ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. ഇതാണ് അള്ളാഹുവിന്റെ ശിക്ഷന്റെ രീതി. അപ്പൊ ദുനിയാവിന്റെ സെറ്റപ്പ് ഒന്ന് വേറെയാണ്, ആഖിറത്തിന്റെ സെറ്റപ്പ് ഒന്ന് വേറെയാണ്. കഴിഞ്ഞുപോയൊരു ലോകമുണ്ട് മനുഷ്യർക്ക്, ആലമുൽ അർഹാം, ഗർഭാശയത്തിന്റെ കാലഘട്ടം, അത് വേറൊരു സെറ്റപ്പാണ്.
ഭൂമിയുടെ സെറ്റപ്പ് ആലമു ദുന്യ, അതിൽ വേറൊരു സെറ്റപ്പാണ്. മൂന്നാമത്തെ ലോകം ആലമുൽ ബർസഖ്, കാത്തിരിപ്പിന്റെ ലോകം, അത് മൂന്നാമത്തെ ഒരു സെറ്റപ്പാണ്. നാലാമത്തത് ആലമുൽ ആഖിറ, ആഖിറത്തിന്റെ ലോകം, അത് ഫൈനൽ സെറ്റപ്പാണ്. പിന്നെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ പുതിയ ഏർപ്പാടുകളോ പഴയത് പുതുക്കലോ പുതിയത് മോഡിഫൈ ചെയ്യലോ ഇതൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് മഖ്ലൂക്കിന്റെ വിഷയം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് വിചാരണ നീട്ടിവെക്കാനുള്ള കാരണം അതുമാണ് ഒന്ന്. രണ്ടാമത്തെ കാരണം 1000 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരാളെയായിരിക്കും 1000 കൊല്ലത്തിന് ശേഷമുള്ള ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകുക. ഈ വിളിച്ച് പ്രാർത്ഥിച്ച ആളെ ശിർക്കിന്റെ പേരിൽ ഇവിടെ ചോദ്യം ചെയ്യാൻ മെനക്കെടുമ്പോൾ ആ ചോദ്യത്തിന് സാക്ഷിയായിട്ട് 1000 കൊല്ലം മുമ്പ് മരിച്ചുപോയ അയാളെയും കൂടി ഹാജരാക്കേണ്ടതുണ്ട്. അത് ദുനിയാവിൽ നടക്കുകയില്ല. ദുനിയാവിന്റെ സെറ്റപ്പ് അനുസരിച്ച് അങ്ങനെ ഒരു ഏർപ്പാട് അല്ലാഹു തർത്തീബാക്കിയിട്ടില്ല. അതേ സമയത്ത് 1000 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ അയാളെയും ഇപ്പം ജീവിക്കുന്ന ഇയാളെയും 1000 കൊല്ലത്തിന് ശേഷം ജീവിച്ച അയാളെയും ഒരേ സമയത്ത് ഹാജരാക്കാനുള്ള ഏർപ്പാട് മഹ്ശറയിലുണ്ട്. അങ്ങനെ പല വിധത്തിലും ആഖിറം തന്നെയാണ് വിചാരണക്ക് പറ്റിയ സ്ഥലം. ആഖിറം തന്നെയാണ് അതിന് അല്ലാഹു തആല തിരഞ്ഞെടുത്തതും. ഈ രീതിയിൽ അല്ലാഹു തആല വിചാരണക്ക് വേണ്ടി അവസരമുണ്ടാക്കുകയാണ്. എങ്ങനെയാണ് അല്ലാഹു തആല വിചാരണക്ക് വേണ്ടി രംഗം ആരംഭിക്കുന്നത്? അല്ലാഹു തആല പറഞ്ഞല്ലോ, ഭൂമിയെ നിരപ്പാക്കുകയാണ്. അല്ലാഹു തആല ഭൂമിയെ നിരപ്പാക്കുകയാണ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ പൊടിയാക്കി കളയും. എന്നിട്ട് ആ പൊടിയായ പർവ്വതങ്ങൾ പഞ്ഞി പോലെ അന്തരീക്ഷത്തിൽ പറത്തിക്കളയും. അതോടുകൂടി ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങൾ അപ്രത്യക്ഷമാകും. സമുദ്രങ്ങളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും അല്ലാഹു വെള്ളത്തെ കരിച്ച് ആവിയാക്കി കളയും. സമുദ്രം കത്തിക്കപ്പെട്ടാൽ അതോടുകൂടി സമുദ്രവും കാലിയാവും. ഇത് രണ്ടും കൂടി നടക്കലോടെ ഭൂമിയുടെ ഉപരിതലത്തിൽ പർവ്വതങ്ങളും സമുദ്രങ്ങളും ഇല്ലാതാകും. മൂന്നാമത്തെ ചോദ്യം നടക്കുന്ന എങ്ങനെയാണ്? ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കലാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കുകയാണ്. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ. ഭൂമിയുടെ ഉള്ളകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സകലതും വെളിയിലേക്ക് തള്ളുകയും ആണ്. ഭൂമിയെ നിരപ്പാക്കുന്നതിന് അല്ലാഹു തആല സ്വീകരിക്കുന്ന വേറൊരു രീതിയാണത്. എങ്ങനെ? അല്ലാഹു അലം, അല്ലാഹുവിനറിയാം. അള്ളാന്റെ ഏർപ്പാട് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു ആണ്. അല്ലാഹു പറഞ്ഞു തന്ന വിഷയം മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഈ രീതിയിൽ ഭൂമിയുടെ ഉപരിതലം അടിച്ചിടിച്ച് നിരപ്പാക്കി പർവ്വതങ്ങളെ പഞ്ഞി പോലെ പറത്തിക്കളഞ്ഞ് സമുദ്രങ്ങളെ കത്തിച്ച് കരിച്ചാവിയാക്കി ഇടിച്ചു പൊളിച്ച് സമുദ്രങ്ങളുടെ ആഴങ്ങളെയും നികത്തി പർവ്വതങ്ങൾ പോയപ്പോഴുള്ള നിരപ്പ് അതിൽ നിന്നും മാറ്റി സമുദ്രങ്ങളിലെ ആഴങ്ങളെ നിരത്തി വിശാലമാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് ഒരു രൂപം കിട്ടിയല്ലോ ഭൂമിയെ സംബന്ധിച്ച്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിചാരണയ്ക്ക് വേണ്ടിയുള്ള വേദി ഒരുക്കലിനെ പറ്റി പറഞ്ഞു തന്ന ഏകദേശ രീതി ഇതാണ്. ഭൂമി തകിട് പൊടിയാക്കപ്പെട്ടാൽ ഇതാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക. ഭൂമി തകിട് പൊടിയാക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെയും ജിന്ന് സമൂഹത്തെയും ഒരു വേദിയിൽ കൊണ്ടുവരികയാണ്. ജിന്ന് സമൂഹത്തെയും മനുഷ്യ സമൂഹത്തെയും മൈതാനത്ത് കൊണ്ടുവരികയാണ്. വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു സന്നിധനാകുകയാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഓരോടത്തായിട്ട് കൂട്ടി കോടിക്കണക്കിന് വരുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു അവർക്ക് ചുറ്റും വലയം വെക്കുകയാണ്. ഇപ്പൊ പൂർണ്ണമായും കസ്റ്റഡിയിലായി. ജിന്നുവർഗവും മനുഷ്യവർഗവും പൂർണ്ണമായി കസ്റ്റഡിയിലായി. 4 ഭാഗത്തും മലക്കുകൾ നിലയുറപ്പിക്കലുമായി. അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി സന്നിധനാകലുമായി. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. വേറൊരു ജോലിയും കൂടി നടക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. വജീഅ യൗമൈദിൻ ബിജഹന്നം വജീഅ
നരകം വലിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, മനുഷ്യരെയും ജിന്നുകളെയും മൈതാനത്ത് ഒരുമിച്ചു കൂട്ടലായി, മലക്കുകളെ കൊണ്ട് ആ സമൂഹത്തെ വലയം വെക്കലായി, നരകത്തെ വലിച്ച് മഹ്ശറായിൽ സാക്ഷിയായിട്ട് ഹാജരാക്കലുമായി. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് ബയാൻ ചെയ്തത് എന്താണ്? 70,000 മലക്കുകൾ ഓരോ കടിഞ്ഞാണിലും പിടിക്കും. 70,000 കടിഞ്ഞാണുകൾ. ഒരു കടിഞ്ഞാണ് പിടിക്കാൻ 70,000 മലക്കുകൾ. ഇവര് വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറയിൽ നരകത്തെ സാക്ഷിയായിട്ട് ഹാജരാക്കാൻ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നബിയായാലും റസൂലായാലും ആരും നരകത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല, പക്ഷേ നരകം കാണാതെ സ്വർഗത്തിലേക്ക് വന്ന പ്രശ്നമില്ല. നരകം കാണാതെ പോകുന്ന പ്രശ്നമില്ല. എല്ലാ നബിമാരും നരകം കണ്ടിരിക്കും, എല്ലാ റസൂലും നരകം കണ്ടിരിക്കും. എന്തിന്? ഭൂമിയിൽ മുന്നറിയിപ്പ് കൊടുത്ത നരകം ഇതാണെന്ന് അവരെയും കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഭൂമിയിൽ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുത്ത നരകം ഈ നരകമാണെന്ന് അമ്പിയാ മുസ്ലിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണിച്ച് ഐനുൽ യഖീനാക്കി കൊടുക്കാൻ, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അതിനുവേണ്ടി കൊണ്ടുവരപ്പെടും നരകം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി പ്രാരംഭ നടപടികൾ ആരംഭിക്കലായി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമായ ഒരു പ്രസ്താവന നടത്തുന്ന രംഗം സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഹോ ജിന്നുവർഗമേ, ഹോ മനുഷ്യവർഗമേ, ആകാശഭൂമികളുടെ അതിർത്തിക്കകത്ത് സുഷിരങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും തരത്തിലുള്ള രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടാക്കി നിങ്ങൾക്ക് തടി രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതൊന്ന് കാണട്ടെ. ഫംഫുദു, നിങ്ങളൊന്ന് രക്ഷപ്പെട്. നിങ്ങൾ നിങ്ങളുടെ സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് രക്ഷപ്പെട്. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഇല്ല, അള്ളാഹു തന്നെ മറുപടി പറയോ? അതിന് അള്ളാഹു ചോദിക്കും, പക്ഷെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല, അധികാരം സ്ഥാപിക്കാനുള്ള ചോദ്യമാണ്. അതിൽ അള്ളാഹു തന്നെ മറുപടി പറയും, ഇല്ല, വ്യക്തമായ രേഖകളില്ലാതെ ഒരാൾക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അള്ളാഹു തആല മറുപടി പറഞ്ഞു. ഇതാണ് മഹ്ശറയുടെ ഒരു പൊതു അവസ്ഥ. വിശദമായിട്ട് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് ഈ വിഷയം അറിയുന്നവരായിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ട് തന്നെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മുഅ്മിനീങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ മാത്രം. ഈ രീതിയിൽ അല്ലാഹു തആല വിചാരണ ആരംഭിക്കലായി. മനുഷ്യവർഗത്തിൽ നിന്ന് വ്യത്യസ്ത വിഭാഗങ്ങളെ വിചാരണ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. നാം നേരത്തെ സൂചിപ്പിച്ച അതാണ്. മുഅ്മിനീങ്ങളെ വിചാരണ ചെയ്യും, ക്രിസ്ത്യാനികളെ വിചാരണ ചെയ്യും, ജൂതന്മാരെ വിചാരണ ചെയ്യും, മജൂസികളെ വിചാരണ ചെയ്യും, ഹിന്ദുക്കളെ വിചാരണ ചെയ്യും, നിരീശ്വരവാദികളെ വിചാരണ ചെയ്യും. അല്ലദീന ആമനു വല്ലദീന ഹാദു والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة. അല്ലാഹു സുബ്ഹാനഹു വ തആല മതങ്ങളെയും ആദർശങ്ങളെയും ദർശനങ്ങളെയും വേർതിരിച്ച് ചോദ്യം ചെയ്യുന്നത് മഹ്ശറയിലായിരിക്കും. അപ്പോഴേ അതിന്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ഈമാന്റെ അഹ്ലുകാര് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം അതാണ്. ദുനിയാവിൽ പറഞ്ഞു ജയിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും, ദുനിയാവിൽ എഴുതി ജയിക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരും, ദുനിയാവിൽ മത്സരിച്ച് ജയിക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരും. ഇതൊക്കെ ദുനിയാവിന്റെ വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വസ്തുക്കളുടെ ആധിക്യത്തിൽ സാമർഥ്യം ഉപയോഗിക്കാൻ ദുനിയാവിൽ ചിലപ്പം കഴിഞ്ഞെന്ന് വരും, പക്ഷെ ആഖിറത്തിൽ അത് നടക്കുകയില്ല. എന്തുകൊണ്ടാ? ദുനിയാവിൽ അല്ലാഹു തആല നടത്തിയ ഏർപ്പാടായിരിക്കൂല ആഖിറത്തിൽ ഉണ്ടാകുക. ദുനിയാവിൽ നാവാണ് സംസാരിക്കുക. ഇന്നലെ സത്യം പറഞ്ഞ ഒരാൾക്ക് ഇന്ന് കളവ് പറയാം, ഇന്ന് സത്യം പറഞ്ഞ ഒരാൾക്ക് നാളെ കളവ് പറയാം. ശരീരത്തിൽ നിന്ന് നാവിന് സംസാരശേഷി നൽകിയത് ദുനിയാവിലാണ്. അതേ സന്ദർഭത്തിൽ ആഖിറത്തിൽ അല്ലാഹു സംസാരശേഷി നൽകുക നാവിനായിരിക്കൂല, കൈകൾക്കാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ.
ആലങ്കാരികമായ പ്രയോഗമല്ല, ഒരു യാഥാർത്ഥ്യ പ്രഖ്യാപനമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അവനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ. ഇത് നാം നമ്മുടെ വകയായിട്ട് വ്യാഖ്യാനിച്ചിട്ട് സമാധാനം കൊള്ളാൻ മെനക്കെടൊന്നും ചെയ്യണ്ട. അള്ളാഹു എങ്ങനെ പറഞ്ഞോ അത് അതേപോലെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. പ്രവാചകൻ എങ്ങനെ വിശദീകരിച്ചോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സ്വഹാബാക്കൾ ആ പ്രവാചകൻ പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വകയൊരു മനസ്സിലാക്കൽ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും വേർതിരിച്ച് അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്. ക്രിസ്ത്യാനികളെ വിളിക്കുന്നു അള്ളാഹു. എന്താണ് ക്രിസ്ത്യാനിസം? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച് സമയമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പിൻവലിച്ചു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം താമസം മാറ്റി ഭൂമിയിൽ നിന്ന്. ശരിയാ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണം അങ്ങനെയാണ്. നിർമ്മിക്കുമ്പോൾ തന്നെ അള്ളാഹു നാളെ അറിയുന്നവനാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. 1000 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കാര്യം അള്ളാഹു നടപ്പിലാക്കുന്നത്. അള്ളാഹു ഇടപെടുന്ന രീതിയും കൂടി നാം ഇതിടക്ക് പഠിച്ചു വെക്കണം. അള്ളാഹു നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന രീതി പഠിച്ചു വെച്ചാൽ മുഅ്മിനീങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അജമല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. എന്തെങ്കിലും സന്തോഷം വന്നാൽ ഹമിദല്ലാഹ്, അവൻ അള്ളാഹ്ക്ക് ഹംദ് ചെയ്യും, അല്ലെങ്കിൽ ശക്കർ, അവൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. ബുദ്ധിമുട്ട് വന്നാലോ സ്വബർ, ക്ഷമിക്കും. നല്ലത് വന്നാലും അള്ളാഹുവിൽ നിന്നാണെന്ന് അവൻ പറയും. തീയത് വന്നാലും എന്റെ അള്ളാഹ് ചെയ്തതാണെന്ന് അവൻ പറയും. അവനിക്ക് ടെൻഷൻ ഇല്ല. കാരണം അള്ളാന്റെ ഇടപെടലുകൾ നന്നായിട്ട് അറിയുന്നവനാണ് അള്ളാഹുവിനെ വിശ്വസിച്ചവൻ. അള്ളാഹിനെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അറിഞ്ഞംഗീകരിക്കല. ആദ്യം നടക്കേണ്ടത് മഅരിഫത്തുള്ള, രണ്ടാമത് നടക്കേണ്ടത് അൽ ഈമാനു ബില്ലാഹ്. ആദ്യം അള്ളാഹിനെ അറിയണം, രണ്ടാമത് ആ അറിഞ്ഞ അള്ളാഹുവിനെ അംഗീകരിക്കണം. അള്ളാഹിനെ അറിയാതെ അംഗീകരിക്കുമ്പോഴാണ് അള്ളാഹു അല്ലാത്തവരിടക്കേക്ക് കടന്നുകൂടുന്നത്. അള്ളാഹിനെ അറിഞ്ഞ ഒരാൾക്ക് അള്ളാഹു തആല അല്ലാത്ത എന്തിനെയും അള്ളാഹ്ക്ക് പകരമോ അള്ളാഹിനെ കൂടാതെയോ അള്ളാഹിനോട് കൂടിയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ വെളിയിൽ നിർത്തിയോ ഒന്നിനെയും ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ആര്? അള്ളാഹുവിനെ അറിഞ്ഞ ഒരാള്. അഥവാ അള്ളാഹു അല്ലാത്ത ശക്തിയെ, അള്ളാഹു അല്ലാത്ത വ്യക്തിയെ, അള്ളാഹു അല്ലാത്ത വസ്തുവിനെ അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹിനെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഇടപെടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹിനെ അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ്. ചരിത്രം പറഞ്ഞ സമയം നീണ്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. സമയത്തിന്റെ ഒരു വിഷയം വലിയ വിഷയം തന്നെയാണ്. അല്ലാഹു തആല എന്തിനാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യൂസുഫ് നബിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഓരോ വ്യക്തികളുടെയും കാര്യത്തിൽ അള്ളാഹിന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന വിഷയം? ഒന്ന് ലഘുവായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇതൊരു സംഭവമാണ്. 70 കൊല്ലം നീണ്ടുനിന്ന ഒരു ചരിത്രമാണത്. 70 കൊല്ലം നീണ്ടുനിന്ന ഈ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏതാണ്ട് 8ഓളം രംഗങ്ങളാണ്. ആ രംഗങ്ങൾ ഒന്നൊന്നുമായിട്ട് ബന്ധമുള്ളതല്ല. ആരുടെ കാഴ്ചപ്പാടിൽ? മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ. എന്താണത്? ഒന്നാമത്തെ രംഗം, മകൻ സ്വപ്നം കാണുന്നു 6 or 7 വയസ്സ് പ്രായമുള്ളപ്പോൾ. എന്താണ് സ്വപ്നം? നക്ഷത്രങ്ങൾ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും യൂസുഫിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ടാണ് സ്വപ്നം. ഈ സ്വപ്നം പിതാവിന്റെ മുമ്പിൽ മകൻ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് മകനോട് ബാപ്പ പറഞ്ഞ മറുപടി, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക് ഫയകീദു ലക കൈദാ. മോനെ, ഈ സംഭവം, ഈ കിനാവ് കണ്ട കഥയൊന്നും നീ നിന്റെ സഹോദരങ്ങളോട് പറയണ്ട. അതിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിന്നെ അവർ ചെയ്തേക്കാം, എന്തെങ്കിലും തന്ത്രങ്ങൾ അവർ പ്രവർത്തിച്ചേക്കാം. അതുകൊണ്ട് നീ ഈ സ്വപ്നമൊന്നും നിന്റെ സഹോദരങ്ങളോട് ചേട്ടന്മാരോട് പറയാൻ നിൽക്കണ്ട. അതവിടെ തീർന്നു. ആ സംഭവം അവിടെ തീർന്നു. ആ രംഗം അവിടെ അവസാനിച്ചു. പിന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചയൊന്നും ആ വീട്ടിൽ നടക്കുന്നില്ല, അതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളും നടക്കുന്നില്ല. പിന്നെ വീണ്ടും കഴിഞ്ഞു മാസങ്ങൾ. രണ്ടാമത്തെ സംഭവം ഉടലെടുക്കുന്നത് ജ്യേഷ്ഠന്മാര് കൻആൻ താഴ്വരയിൽ വെച്ച് നടത്തിയ ഗൂഢാലോചനയാണ്. 10 ജ്യേഷ്ഠന്മാരും കൂടി കൻആൻ താഴ്വരയിൽ വെച്ചൊരു ഗൂഢാലോചനാ യോഗം നടത്തി. എന്താണ് ആ യോഗത്തിന്റെ മുഖ്യ വിഷയം? ബാപ്പാക്ക് നമ്മളെക്കാൾ സ്നേഹം യൂസുഫോടാണ്.
അത് ബാപ്പ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബാപ്പ വലിയ വഴികേടിത്തരത്തിലാണ്. ബാപ്പായിൽ നിന്ന് ആ സ്നേഹം തിരിച്ചു പിടിക്കണം നമുക്ക്. അതിനുള്ള വഴി എന്താ? യൂസുഫിനെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തണം. അപ്പൊ എന്താകും? ബാപ്പാക്ക് യൂസുഫ് നഷ്ടപ്പെട്ടാൽ ആ സ്നേഹം നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് നല്ലവരാകാം, സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് നല്ലവരായി ജീവിക്കാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു തന്ത്രം ആവിഷ്കരിക്കണം. 10 പേരും കൂടി ആലോചിച്ച് തീരുമാനിച്ച വിഷയം എന്താണ്? ഒരാൾ കൊല്ലാൻ പറഞ്ഞു, വേറൊരാൾ നാട് കടത്താൻ പറഞ്ഞു. അവസാനം തീരുമാനമായി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ താഴ്വരയിൽ ഒരു പൊട്ടക്കിണറുണ്ട്, ആ കിണറിൽ യൂസുഫിനെ തള്ളാം. ഒന്നിക്കൽ അവൻ അവിടെ നിന്ന് മരിച്ചോളും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിക്കോളും. അതോടെ ആ കഥ അവസാനിക്കും. ഗൂഢാലോചനാ യോഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് ബാപ്പാന്റെ മുമ്പിൽ അവർ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. ബാപ്പ, യൂസുഫിന് ഞങ്ങളോടൊപ്പം മൈതാനത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കാൻ കനാൻ താഴ്വരയിൽ ഞങ്ങൾ പോകുമ്പോൾ, ഞങ്ങൾ കളിച്ച് രസിച്ച് നടക്കുമ്പോൾ ഇവൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത് ശരിയല്ല ബാപ്പ. നിങ്ങൾ എന്തിനാണ് ഈ ബാല്യക്കാരൻ ചെക്കനെ ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിരിക്കുന്നത്? നാളെ ഞങ്ങളോടൊപ്പം അയക്കണം, ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചോളാം, അവന് കളി പഠിപ്പിക്കാം. ഞങ്ങൾ പന്ത് കളിക്കും, ആട്ട കളിക്കും, ഓടും ചാടും. ആ സമയത്ത് അവനെയും ഞങ്ങൾ കൂട്ടും. ബാപ്പാനെ പറഞ്ഞ് പ്രേരിപ്പിച്ചു. അപ്പം ബാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ല, എന്റെ മോനെ നിങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്, പ്രയാസമുണ്ട്. നിങ്ങളെങ്ങാനും അശ്രദ്ധമായി കളിച്ച് നീങ്ങുമ്പോൾ എന്റെ മോനെ വല്ല ചെന്നായി എങ്ങാനും പിടിച്ചു കൊണ്ടുപോയാ എന്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. എന്തോ ബാപ്പ, ഞങ്ങളൊരു സംഘം ആൾക്കാരില്ലേ, ചെന്നായി പിടിക്കാൻ ഞങ്ങൾ എന്താ ചില്ലറക്കാരാണ്? ഞങ്ങൾ മല്ലന്മാരായ 10 പേരില്ലേ? ബാപ്പ എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ നാളെ കൊണ്ടുപോകും ബാപ്പ. പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ആ ബാപ്പാനെ കൊണ്ട് സമ്മതിപ്പിച്ച് പിറ്റേന്ന് യൂസുഫിനെയും കൂട്ടി അവർ കനാൻ താഴ്വരയിലെത്തി. താഴ്വരയിലെത്തി യൂസുഫിനെ അവർ ദ്രോഹിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. പല വേലകളും അവർ ചെയ്തു. അവസാനം യൂസുഫിനെ അവർ എന്തു ചെയ്തു? ആഴമുള്ള ഒരു കിണറിലേക്ക് കയ്യും കാലും കെട്ടി യൂസുഫിനെ വലിച്ചെറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടുണ്ടാക്കി എന്താണ് ചെയ്യേണ്ടത്? ആ സംഭവം അവിടെ അവസാനിച്ചു. 2ാം ഘട്ടം അവിടെ അവസാനിച്ചു. രാത്രി വൈകി അവർ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ബാപ്പ പറഞ്ഞതുപോലെ തന്നെയാണ്, ചെന്നായ പിടിച്ചു കളഞ്ഞു. കണ്ടില്ലേ, അവന്റെ കുപ്പായം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതില് ചെന്നായയുടെ രക്തമുണ്ട്, ഞങ്ങൾ വേട്ടയാടിയ ചെന്നായനെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. മോന്റെ ശരീരത്തിലുള്ള രക്തം പുരണ്ട കുപ്പായം ഇതാ തെളിവിന്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, 2ാമത്തെ സംഭവം അവിടെ അവസാനിച്ചു. 3ാമത്തെ രംഗം ആരംഭിക്കുന്നത് കനാൻ താഴ്വരയിലാണ്. ഈജിപ്തിലേക്ക് പോകുന്ന ആഫ്രിക്കൻ കച്ചവട സംഘം അവർ കനാൻ താഴ്വരയിൽ ഒരു ദിവസം വിശ്രമിക്കാൻ വേണ്ടി തമ്പു കൂട്ടുന്നു. വിശ്രമിക്കുന്ന കച്ചവട സംഘം ജോലിക്കാരനെ വെള്ളം കോരാൻ കിണറിന്റെ അടുക്കലേക്ക് അയക്കുന്നു. അള്ളാഹു ഉപയോഗിച്ച വാക്ക് തന്നെ ഫഅദിലാദൽവഹു. ജോലിക്കാരൻ തൊട്ടിയിറക്കുന്നു കിണറിൽ. തൊട്ടിയിറക്കുന്ന സന്ദർഭത്തിൽ വളരെ സുരക്ഷിതമായി അള്ളാഹു കിണറിൽ യൂസുഫിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി വെക്കേണ്ട കൈകളിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്. തൊട്ടിയിറക്കിയപ്പോൾ വെള്ളത്തിന് പകരം കുഞ്ഞിനെ ഇരുത്തി കൊടുക്കുന്നു. വെള്ളം നിറഞ്ഞു എന്ന ഭാവേന തൊഴിലാളി വെള്ളം വലിച്ചെടുക്കുന്നു. കരക്കെത്തിയപ്പോൾ ബക്കറ്റിലെ വെള്ളമല്ല, പൂനിലാവ് പുഞ്ചിരിക്കുന്നത് പോലെ ഒരു പൊന്നു മോനാണ്. ആവേശത്തിപെറുപ്പ് കൊണ്ട് അവൻ പറഞ്ഞ വാക്ക് അല്ലാഹു ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. കാലയാ ബുശ്റാ ഗുലാം. ഓ എന്റെ സന്തോഷമേ, എന്തൊരു നല്ല മോനാ, പൂനിലാവ് പോലത്തെ ഒരു മോനെ കിട്ടിപ്പോയേന്നും പറഞ്ഞ് വാരിക്കോരി എടുത്ത് കച്ചവട സംഘത്തിന്റെ ലീഡറെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. 3ാം ഘട്ടം അവിടെ അവസാനിക്കുന്നു. 4ാം ഘട്ടം കച്ചവട സംഘത്തിന്റെ ശൂറയാണ്. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? അവർ തീരുമാനിക്കുന്നു, നമുക്ക് ഈജിപ്തിലെ ചന്തയിൽ കിട്ടുന്ന പൈസക്ക് വിറ്റ് കാശാക്കാം. ഈജിപ്തിലെ ചന്തയിൽ വിൽപ്പനക്കെത്തിയ വിവരം നാട്ടുകാർ മുഴുവനും അറിയുന്നു. നാട്ടുകാർ മുഴുവനും യൂസുഫിനെ വില പറയുന്നു. അവസാനം രാജകൊട്ടാരത്തിലെ പ്രധാന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ സുലൈഖ, അവർ യൂസുഫിനെ വില കൊടുത്തു വാങ്ങുന്നു. എന്നിട്ട് അവരുടെ കൊട്ടാരത്തിൽ ബംഗ്ലാവിൽ കൊണ്ടുപോയിട്ട് യൂസുഫിനെ വളർത്തുന്നു. ആ സംഭവം അവിടെ അവസാനിച്ചു. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞ ഓരോ രംഗത്തിനും മറ്റൊരു രംഗവുമായിട്ട് ബന്ധമില്ല. ഓരോന്നും ഓരോ സ്ഥലത്ത് തീരുകയാണ്. സ്വപ്നം കണ്ടു, അത് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ മറുപടി പറഞ്ഞു, അത് അവിടെ തീരുകയാണ്. ജ്യേഷ്ഠന്മാര് മോനെയും കൊണ്ട് കനാൻ കാട്ടിൽ ചെന്നു, അവർ കിണറ്റിലിട്ടു, ആ സംഭവം അവിടെ തീരുകയാണ്.
ഒന്നാമത്തെയും രണ്ടാമത്തെയും സംഭവങ്ങൾ തമ്മിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ലിങ്കില്ല. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് പരസ്പരം ബന്ധമുണ്ട്. കാരണം ഇതെങ്ങോട്ടാ പോകുന്നത് നന്നായിട്ട് അറിയുന്നവൻ അള്ളാഹുവാണ്. അതേസമയം നമ്മൾ അറിയുന്നത് അതാത് സംഭവങ്ങൾ മാത്രമാണ്. സ്വപ്നം കണ്ടതും ബാപ്പാന്റെ ക്രമം അത് ബാപ്പയും മോനും മാത്രം അറിയും, ജ്യേഷ്ഠന്മാർ അറിയില്ല. ജ്യേഷ്ഠന്മാരെ മോനെ കെട്ടിക്കൊണ്ട് പോയിട്ട കഥ ജ്യേഷ്ഠന്മാരെ അറിയുള്ളൂ, അത് ബാപ്പയും ബാപ്പാന്റെ മറ്റുള്ളവരും അറിയുന്നില്ല. കച്ചവട സംഘം ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റത് ജ്യേഷ്ഠന്മാരും അറിയുന്നില്ല, യാക്കൂബും അറിയുന്നില്ല. ഒരു സംഭവവും മറ്റു പലരും അവർ പരസ്പരം അറിയുന്നില്ല. അതേ അവസരത്തിൽ ഇത് കംപ്ലീറ്റ് ഒന്നൊന്നിനുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊട്ടാരത്തിൽ ബംഗ്ലാവിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി കുറ്റാരോപണം നടത്തി യൂസുഫിനെ ഉദ്യോഗസ്ഥൻ ജയിലിലടക്കുന്നു, രേഖകളില്ലാതെ. ജയിലിൽ വർഷങ്ങളോളം കഴിച്ചുകൂട്ടുന്നു ഹസ്രത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ജയിലിൽ വെച്ച് ഹസ്രത്ത് യൂസുഫ് നബിക്ക് നുബുവത്ത് കിട്ടുന്നു. ഒപ്പം സ്വപ്ന വ്യാഖ്യാനം അറിയാനുള്ള അറിവും അവിടെ നിന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ കിട്ടിയ ഇൽമു ഉപയോഗിച്ച് രണ്ട് ചെറുപ്പക്കാരുമായി അഭിമുഖം നടത്തുന്നു. ആ ചെറുപ്പക്കാര് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനം ആ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നടക്കുന്നു. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, മറ്റേയാളെ രക്ഷപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നു ജയിലിൽ നിന്ന്. ഒഴിവാക്കിയ ആള് ജയിലിൽ മോചിതനായി അയാളെ പഴയ ജോലിയായ ഉദ്യോഗസ്ഥന്റെ ദർബാറിൽ മദ്യം വിളമ്പുന്ന ജോലിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ യൂസുഫ് ആ ചെറുപ്പക്കാരനോട് പറയുന്നു, രാജാവിനോട് എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. ഇവിടെയൊക്കെ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ബഹുമാനമുള്ളവരെ, നമുക്ക് ഈ യൂസുഫ് അല്ലാഹു തആല പറഞ്ഞു തരുന്നത് തന്നെ നമ്മുടെ ദൈനംദിന വിഷയത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാനുള്ള ഒരു പരിശീലനമാണ് അള്ളാഹു നമുക്ക് ഇതിലൂടെ തരുന്നത്. യൂസുഫ് കിസ്സ പാട്ടുണ്ടാക്കാനല്ല, യൂസുഫ് കിസ്സ പറഞ്ഞിട്ട് രസിക്കാനുമല്ല, അത് എഴുതിയിട്ട് ബുക്ക് എഴുതാനുമല്ല, CD ഇറക്കാനുമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അടുക്കള തൊട്ട് അങ്ങാടി വരെയുള്ള സകല പ്രശ്നത്തിലും അള്ളാഹിനെ മാത്രമായിരിക്കണം ഇടപെടിപ്പിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരെ ഇടപെടിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളോട് പ്രശ്നമായിരിക്കും, ടെൻഷനോട് ടെൻഷനായിരിക്കും. നിങ്ങൾ അതൊക്കെ വിട്ട് പ്രശ്നത്തിൽ അള്ളാഹിനെ പറഞ്ഞ രീതിയിൽ ഇടപെടിപ്പിക്കും. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറുസിഖ്തും കമാ തുർസഖുത് തയ്ർ. നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട രീതിയിൽ വിഷയങ്ങൾ ഏൽപ്പിക്കും എങ്കിൽ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഹഖ്ഖു തവക്കുൽ. എന്താണ് ഹഖ്ഖു തവക്കുൽ? എന്താണ് ഹഖ്ഖു തവക്കുൽ? തവക്കുല് അടിമയും ഉടമയും തമ്മിൽ മാത്രമാകാൻ പാടില്ല, പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം. പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ചുള്ള തവക്കുലെ അള്ളാഹു അംഗീകരിക്കുകയുള്ളൂ, അതിനെ അള്ളാഹുവിന്റെ അടുക്കൽ വാല്യൂ ഉള്ളൂ. പ്രവാചകനെ മാറ്റി നിർത്തി നാം നമ്മുടെ വക തവക്കുലാക്കിയാൽ അതിന് വാല്യൂ ഇല്ല, ആ തവക്കുലോടൊന്നും കിട്ടാനുമില്ല, ചിലപ്പോൾ പരാജയമായിരിക്കും വിധി. അള്ളാഹുവിനെ ഒരു പ്രശ്നത്തിൽ ഏൽപ്പിക്കുന്ന എങ്ങനെയായിരിക്കണം? പ്രവാചകൻ നിർദ്ദേശിച്ച നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പോഴേ ആ തവക്കുല് ഇബാദത്തായ തവക്കുലാകുന്നുള്ളൂ. നാം നമ്മുടെ ഇഷ്ടപ്രകാരം തവക്കുൽ ചെയ്താൽ അത് തവക്കുലാകുകയില്ല, അത് തോന്നിയവാസം മാത്രമേ ആവുള്ളൂ, അതൊരു തരം സന്യാസം മാത്രമേ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു തരം മാനസിക പിരിമുറുക്കം മാത്രമേ അതാവുകയുള്ളൂ. ഒരു കാര്യം തവക്കുലാകണമെങ്കിൽ, ഏത് കാര്യം അങ്ങനെ തന്നെ, അതിൽ മുഖ്യമായും തവക്കുൽ. ആ തവക്കുൽ എങ്ങനെയായിരിക്കണം? റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ നിർദ്ദേശിച്ചത് ആ രീതിയിൽ തവക്കുൽ ചെയ്യണം. അങ്ങനെ തവക്കുൽ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നത്തിൽ അള്ളാഹു ഇടപെടും. ഏതുപോലെ ഇടപെടും? അള്ളാഹു പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി തരും. പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ നിങ്ങൾ ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും. നിങ്ങൾ വിഷയത്തിൽ അള്ളാഹിനെ ഇടപെടിപ്പിച്ചാൽ, അടുക്കള തൊട്ട് അങ്ങാടി വരെ അള്ളാഹിനെ ഇടപെടിപ്പിക്കും, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ അള്ളാഹിനെ ഇടപെടിപ്പിക്കും, ഭൂമി തൊട്ട് ആകാശം വരെ അള്ളാഹിനെ ഇടപെടിപ്പിക്കും, ഭൗതിക കാര്യത്തിലും അഭൗതിക കാര്യത്തിലും അള്ളാഹിനെ ഇടപെടിപ്പിക്കും. സകല വിഷയത്തിലും ഇടപെടേണ്ടവൻ അള്ളാഹു മാത്രം. അള്ളാഹിനെ ഇടപെടിപ്പിക്കാൻ സ്വീകരിക്കേണ്ട തരീഖ മുഹമ്മദുർ റസൂലുള്ളാഹി മാത്രം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കേണ്ട രീതി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സഹബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അള്ളാഹു അടിമകളെ കാര്യം നടത്തി കൊടുക്കുന്ന രീതി പറഞ്ഞു കൊടുക്കുക. പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാവിലെ വെറും വയറ്റോടെ ആ പക്ഷി കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് വൈകുന്നേരം ആ പക്ഷി തിരിച്ചു വരുന്നത് വയറ് നിറച്ചിട്ടാണ്.
ഇതേപോലെ നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും. പക്ഷേ നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിക്കണം. അള്ളാഹിനെ ഏൽപ്പിക്കേണ്ട രീതി എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹക്ക് അടിമകളുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഹക്ക് പൂർത്തിയാക്കണം. ജാബിർ, ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ കഴുതപ്പുറത്ത് മുആദ് ഇബ്നു ജബൽ യാത്ര ചെയ്യുകയാണ്. മുആദ് ഇബ്നു ജബൽ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ സഹയാത്രികനായിരുന്നു. യാത്രാമധ്യേ റസൂലുള്ളാഹി തങ്ങൾ എന്നെ വിളിച്ചു, യാ മുആദ്, ഹോ മുആദേ. ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്താ നബിയേ, ഞാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ഒരു മുഅ്മിനിന്റെ കാര്യത്തിൽ ഇടപെടുന്ന രീതി എത്ര രസകരമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ ഒരു ഷർത്ത് എന്താണ്? മുആദ് റളിയല്ലാഹു തആല ഒരു സംഭവമാണ്. വീണ്ടും വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ, യാ മുആദ്, ഓ മുആദേ. കഴുതപ്പുറത്ത് യാത്ര ചെയ്യാണ് രണ്ടാളും, കൂട്ടുകാരാണ്. അഷ്റഫുൽ ഖൽഖ് മുമ്പിൽ കഴുതനെ തെളിച്ചിട്ടുണ്ട്, പിറകിൽ മുആദ് റളിയല്ലാഹു തആല ഇരിക്കുന്നുണ്ട്. മൂന്നാമതും വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ, യാ മുആദ്, ഹോ മുആദേ. രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോൾ നബി ഒന്നും മിണ്ടിയില്ല, ലബ്ബൈക പറഞ്ഞു. മൂന്നാമതും വിളിച്ചു, മുആദ്, എന്താ നബിയെ, ഞാൻ ഉണ്ട് ഇവിടെ, പറ. അപ്പൊ എന്തോ കാര്യമായത് പറയാനാണ് നബിതങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നത് മുആദിന് മനസ്സിലായി. മുആദേ, അത്തദരി ഹൽ തദരി, അല്ലെങ്കിൽ അത്തദരി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. നിനക്കറിയുമോ മുആദ്, അള്ളാഹുവിനോട് അടിമകൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിനക്കറിയുമോ മുആദ്? അള്ളാഹ് അടിമകളോട് ചെയ്തു തീർക്കേണ്ട ഹക്ക്, അത് നിനക്കറിയുമോ മുആദ്? രണ്ട് ചോദ്യം. ഒന്ന്, അള്ളാഹിനോട് അടിമകൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം നിനക്കറിയോ മുആദ്? അള്ളാഹ് അടിമകളോട് ചെയ്തു തീർക്കേണ്ട ഹക്ക്, അത് നിനക്കറിയോ മുആദ്? അല്ലാഹു റസൂലുഹു അലം. സഹബക്കൾ മറുപടി അങ്ങനെയാണ്, അള്ളാഹ്ക്കും അറിയാം, അള്ളാഹിന്റെ റസൂലിനും അറിയാം. എന്നാ ശ്രദ്ധിച്ചോളൂ മുആദ്, ഹഖ്ഖുല്ലാഹി അലൽ ഹഖ്ഖുൽ ഇലാഹി ഹഖ്ഖുൽ ഇബാദി ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അടിമകൾ അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ, അടിമകൾക്ക് അള്ളാഹിനോട് ചെയ്തു തീർക്കാനുള്ള ബാധ്യത, കടപ്പാട്. അൻ യഅ്ബുദുല്ലാഹ വലാ യുശ്രികു ബിഹി ശൈആ. ഒരടിമ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും, എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും, എന്ത് ആലോചിക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് കാര്യം അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കുക. ഈ ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും അള്ളാഹു അല്ലാത്ത വ്യക്തികളെയോ അള്ളാഹു അല്ലാത്ത ശക്തികളെയോ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെയോ ഒന്നിനെയും ഈ കാര്യത്തിൽ അള്ളാഹ്ക്ക് പാർട്ട്ണർമാരെ നിശ്ചയിക്കാതിരിക്കുക. ഇത് അടിമകൾ അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഹക്കാണ് മുആദ്. ഇനി നിനക്കറിയുമോ ആ സമയത്ത് അള്ളാഹ് ഇങ്ങോട്ട് ചെയ്യേണ്ട ഹക്ക് എന്താണെന്നറിയുമോ മുആദ്? നിനക്ക് അള്ളാഹ് ഇങ്ങോട്ട് ചില കടപ്പാടുകളുണ്ട്, ചില ഹക്കുകൾ. ഹക്കുകൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, അടിമക്ക് ഉടമയോടുള്ള ഹക്കും ഉടമക്ക് അടിമയുള്ള ഹക്കും വ്യത്യാസമുണ്ട്. അടിമ ഉടമയോട് ചെയ്തു തീർക്കേണ്ട ഹക്ക് നിർബന്ധമായും ചെയ്ത് തീർത്തേ പറ്റൂ. ഉടമ അടിമയോട് ചെയ്യുന്ന ഹക്ക് വെറും ഔദാര്യം മാത്രമായിരിക്കും. കാരണം അതിനേക്കാൾ വലുത് അടിമ ചെയ്തു തീർക്കാനുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് ചെയ്തു തീർക്കേണ്ടത് എന്താണ് മുആദ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദ് പറഞ്ഞു, അള്ളാഹുക്ക് അള്ളാഹുവിന്റെ റസൂലിനും അറിയാം. എന്ന് ശ്രദ്ധിച്ചോളൂ മുആദ്, അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ. സുബ്ഹാനല്ലാഹ്. ഓ മുആദ്, അള്ളാഹ് ഇങ്ങോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഹക്ക് എന്തായിരിക്കും അറിയുമോ? അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലോ അവന്റെ റുബൂബിയത്തിലോ അവന്റെ അസ്മാകളിലോ അവന്റെ സിഫാത്തുകളിലോ അള്ളാഹു അല്ലാത്ത വ്യക്തികളെയോ അള്ളാഹു അല്ലാത്ത ശക്തികളെയോ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെയോ മൽക്കുകളെയോ ജിന്നുകളെയോ വലിയകളെയോ ശൈഖുകളെയോ അമ്പിയാക്കളെയോ മുർസലുകളെയോ ബീവികളെയോ ഭാവകളെയോ അധികാരമോ പണമോ സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ ഇതൊന്നും അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ കൊണ്ടുവരാതെ അള്ളാഹിനെ മാത്രം ആശ്രയിക്കുന്ന ഒരടിമയെ ഒരു തരത്തിലും ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹ്ക്ക് ഇങ്ങോട്ടുള്ള ഹക്കാണ് മുആദ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കുക, ഇതൊരു വലിയ വിഷയമാണ്.
അടുക്കളയിലും അത് നടക്കണം, അങ്ങാടിയിലും അത് നടക്കണം, അന്താരാഷ്ട്ര കാര്യങ്ങളിലും അത് നടക്കണം, ഭൗതിക കാര്യങ്ങളിലും നടക്കണം, അഭൗതിക കാര്യങ്ങളിലും നടക്കണം. അള്ളാഹുവിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കണം. ചിലപ്പോ അല്ല അപ്പോൾ ഇടപെട്ടെന്ന് വരും, ചിലപ്പോ അല്ല ഇച്ചിരി കഴിഞ്ഞിട്ട് ഇടപെട്ടെന്ന് വരും, ചിലപ്പോൾ ഈ ദുനിയാവിൽ ഇടപെട്ടില്ല എന്നും വരും, ചിലപ്പോൾ ആ വിഷയത്തിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അള്ളാഹു ഇടപെടുന്നുണ്ടാകുക. ഇതൊക്കെ കാത്തിരുന്ന് കാണുകയും വന്നു കഴിഞ്ഞാൽ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുകയും ചെയ്യൽ അബ്ദ്, മറ്റേത് മഅബൂദ്. അപ്പോഴേ അബ്ദും മഅബൂദും തമ്മിലാവുള്ളൂ. അടിമയും മഅബൂദും തമ്മിൽ ബന്ധമുണ്ടാകുന്ന അപ്പോഴാണ്. അപ്പൊ മഅബൂദിന്റെയും അബ്ദിന്റെയും ഇടയിൽ വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. അബ്ദിന്റെ കാര്യം മഅബൂദ് ശ്രദ്ധിച്ചോളും. അതെ, മഅബൂദിന്റെ കാര്യത്തിൽ അടിമ ശുഷ്കാന്തിയുള്ളവനാവുകയും ചെയ്യും. അപ്പൊ എന്താവും? ലൈസ ബൈനഹു വബൈനഹു ശൈ. അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മറ്റൊന്നിനെ കടത്താൻ ഒരിക്കലും അവൻ ചിന്തിക്കുകയേ ഇല്ല. ആ രീതിയിൽ അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, രാവിലെ പറന്നു പോകുന്ന പക്ഷി വയറും വയറോടെ രാത്രി തിരിച്ചു വരുമ്പോൾ അവൻ വയറും നിറച്ചിട്ടാണ് തിരിച്ചു വരിക. അതേപോലെ മനുഷ്യനായ നിന്റെ കാര്യത്തിലും അള്ളാഹ് ഇടപെടും. ആ രീതിയിൽ നീ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. ജയിലിൽ നിന്ന് കിട്ടിയ അറിവും നുബുവത്തിന്റെ ദറജയും അറിവിന്റെ ശാഖയും വെച്ചുകൊണ്ട് ഒരുപാട് വർഷക്കാലം ജയിലിൽ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കഴിച്ചു കൂട്ടുന്നു. ഈ സന്ദർഭത്തിൽ ജയിൽ മോചിതനായ ചെറുപ്പക്കാരനോട് എന്റെ കാര്യം രാജാവിനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെയാണ് നമ്മൾ വരികൾക്കിടയിലും വായിക്കാൻ കുറെ ഉണ്ടെന്ന് പറയും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായിരുന്നു യൂസുഫ് രാജാവിനോട് എന്തോ ഓർമ്മിപ്പിക്കാനാ? ഓ യൂസുഫ്, ഞാനാണല്ലോ ഇവിടെ എത്തിച്ചത്, എന്നെ ഓർമ്മിപ്പിച്ച പോരെ നീ കാര്യം രാജാവിനോട് പറയാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞ എന്തിനാ? ഇല്ല, ആ ചെറുപ്പക്കാരൻ രാജാവോട് പറയത്തൂല്ല. അതുകൊണ്ട് രാജാവ് ഈ പ്രശ്നത്തിൽ ഇടപെടത്തൂല്ല. അതെ, അള്ളാഹു തന്നെ പറഞ്ഞു ഖുർആൻ ഷരീഫിൽ, ആ ചെറുപ്പക്കാരനെ കൊണ്ട് അത് മറപ്പിച്ചു കളഞ്ഞു. രാജാവിനോട് പറയാൻ ചെറുപ്പക്കാരൻ മറന്നുപോയി. ചില മുഫസ്സിറുകൾ എഴുതി, ഉദ്കുർനി ഇൻദ റബ്ബിക്, എന്നെ പറ്റി നിന്റെ രാജാവോടൊന്ന് പറഞ്ഞേക്കണം കൊട്ടാരത്തിലെത്തിയാൽ എന്ന്. അതാ എന്താണ്? രേഖകളില്ലാതെ കള്ളരേഖ ചമച്ചിട്ട് എന്നെ വെറുതെ തടങ്കിലിട്ടിരിക്കുകയാണെന്നുള്ള വിഷയം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. രേഖയുണ്ടെങ്കിലേ കേസ് കോടതിയിൽ വരുള്ളൂ. യൂസുഫിന്റെ കേസ് കോടതിയിൽ വരൂല, കാരണം രേഖയില്ല. ആ രീതിയിൽ ഉദ്യോഗസ്ഥൻ അയാൾ അധികാരം ഉപയോഗിച്ച് യൂസുഫിനെ കെടുത്തിയതാണ്. ഈ വിഷയം ഒന്ന് രാജാവോട് പറഞ്ഞോക്കണമെന്നേ യൂസുഫ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ദൃഷ്ടനുസരിച്ച് ശരിയാ, പക്ഷെ യൂസുഫിന്റെ ദർജ വെച്ചിട്ട് പറയരുത്, അള്ളാഹിന്റെ പറയാവൂ. മനസ്സിലാക്കണം. നമ്മളെ സാദാസി ദർജ, ഈമാന്റെ പടവുകളുണ്ടല്ലോ, ഈമാന്റെ ദർജകൾ. നമ്മുടെ ദർജ അനുസരിച്ച് ഒരു പക്ഷേ ഇറങ്ങിപ്പോകുമ്പം നീ ഒന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണോടാ, അല്ലെങ്കിൽ നീ ഒന്ന് പ്രധാനമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തേക്കണോടാ എന്ന് ജയിലിൽ നിന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞ് സ്വാഭാവികം. പക്ഷെ യൂസുഫ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം യൂസുഫിന്റെ ദർജ അതാണ്. യൂസുഫ് അള്ളാഹിനെ ശരിക്കും ബോധ്യപ്പെടുത്തിയ ആളാണ്. തുടക്കം മുതലേ അള്ളാഹിനെ ബോധ്യപ്പെട്ട ആളാണ്. അള്ളാഹു പ്രശ്നത്തിൽ ഇടപെടുന്നത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. എന്നിട്ടും യൂസുഫ് രാജാവിനെ ഇടയ്ക്ക് നിർത്തി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ടാണ് പിന്നെ മലക്കിനെയും ജിന്നിനെയും മറ്റുള്ളവരെയും ഇടപെടിച്ച അള്ളാഹു തആല സഹിക്കുക? ഇല്ല സുഹൃത്തുക്കളെ, മുവഹിദുകളുടെ കാര്യത്തിൽ അത് അള്ളാഹു സഹിക്കുകയല്ല. മുവഹിദുകളുടെ കാര്യത്തിൽ അള്ളാഹു തആല സഹിക്കൂല. അള്ളാഹു മാത്രം എന്ന് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അള്ളാഹു അല്ലാതെ അനുവദിക്കപ്പെട്ട വസ്തുവായാലും ഏതെങ്കിലും രീതിയിൽ ആശ്രയിക്കുന്ന അള്ളാഹു സഹിക്കൂല. അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അല്ലാഹു നടപടിയെടുത്തത്. ചില മുഫസ്സിറുകൾ പറഞ്ഞത് എന്താൽ, ഉദ്കുർനി എന്ന വാക്കിൽ 6 അക്ഷരങ്ങളുണ്ട്. 6 കൊല്ലം അധികം ജയിലിൽ കിടക്കേണ്ടി വന്നു. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം തുടങ്ങുന്നത് മകൻ കണ്ട ഒരു സ്വപ്നം ബാപ്പാനോട് പറഞ്ഞിട്ടാണ്. എന്നാൽ പിന്നെ നടന്ന സംഭവങ്ങളുമായിട്ടൊന്നും ആ സ്വപ്നത്തിന് ബന്ധമില്ല. പിന്നെ നടന്ന സംഭവങ്ങളിലൊന്നും ആ സ്വപ്നം ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ സംഭവത്തിനെല്ലാം സ്വപ്നവുമായിട്ടൊരു ലിങ്കുണ്ട്. അതെപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്? പ്രശ്നം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നുമായിട്ട് ബന്ധമില്ലാത്ത സംഭവങ്ങളാണ്. ഇതാണ് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടുന്ന രീതി. അള്ളാഹുവിന്റെ സുന്നത്ത് അങ്ങനെയാണ്. ഒരു പ്രശ്നം അല്ലാഹു തആല അടിമകൾക്കിടയിൽ ഉണ്ടാക്കുന്നത് 100 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു സംഭവമായിരിക്കും.
ഇനിയും 100 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ സംഭവം അവസാനിക്കുന്നുണ്ടാവുക. അതിന്റെ ഇടയിൽ ഒരു കരു മാത്രമായിരിക്കും നമ്മൾ. നമ്മളിൽ നിന്ന് തുടങ്ങി നമ്മളിൽ അവസാനിക്കുകയല്ല ഒന്നും. തുടങ്ങിയ സംഭവം അള്ളാഹു ഒന്നൊന്നിനോട് ബന്ധിപ്പിച്ച് തുടർത്തുകയാണ്. 1000 കൊല്ലം നീണ്ടു വെക്കും ചിലപ്പോൾ സംഭവം. 1000 കൊല്ലത്തിന്റെ ഇടയിൽ നമ്മളൊരു 63 കൊല്ലത്തെ ജീവിതം, 60 കൊല്ലത്തെ ജീവിതം നമുക്കുണ്ടാവുള്ളൂ. ഈ 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവത്തിന്റെ ഇടക്കുള്ള ഒരു കണക്ഷൻ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തെ പറ്റി തീരുമാനമെടുക്കാൻ കഴിയില്ല. ആ തീരുമാനത്തിന്റെ പൊരുളറിയണം എപ്പോൾ? ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ്. ആ സംഭവം എവിടെ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗൾഫിൽ വന്നു, ഒരാളെ കച്ചവടം തുടങ്ങി, ആ കച്ചവടം പൊട്ടി പാളീസായി, എന്നിട്ട് നാട്ടിലേക്ക് പോയി, എന്നിട്ട് നാട്ടിലൊരു ചെറിയ ഒരു പെട്ടിക്കട തുടങ്ങി, അതിലെല്ലാം കിട്ടി, തിരിച്ചു കിട്ടി. ഇതൊന്നും നമ്മളിൽ നിന്ന് തുടങ്ങി നമ്മളിൽ അവസാനിക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ 1000 കൊല്ലം മുമ്പ് അള്ളാഹ് തുടങ്ങിയ ഒരു സംഭവത്തിന്റെ തുടർച്ചയിൽ എവിടെയോ ഒരു കണക്ഷനാണ് നമ്മൾ മരിച്ച തീരലോടെ ആ സംഭവം തീരുന്നില്ല, വീണ്ടും സംഭവം തുടരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിട്ട് നാളെ ഹിസാബിന്റെ സമയത്ത് അറിയാം. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും. അവിടെ അല്ലാഹു തആല എല്ലാം വിശദമാക്കും. ഇത് ഇന്നടുത്തൊന്ന് തുടങ്ങിയതാണ്, ഇന്ന സംഭവമാണ്. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്, പിന്നെ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്, അങ്ങനെ ഒരു 1000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നീ ഇടക്ക് വരുന്നത്. നീ കഴിഞ്ഞിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആ സംഭവം അവസാനിപ്പിച്ചത്. അതിൽ നിന്റെ റോൾ ഇതാണ്, വിഷയത്തിന്റെ പൊരുൾ ഇതാണ്. അപ്പം നമുക്ക് റാഹത്തായി. ഇതാണ് അല്ലാഹു തആല അടിമയെ റാഹത്താക്കുന്ന രീതി, നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യുന്ന രീതി. ഇത് ദുനിയാവിൽ നമുക്കൊരു സാമ്പിൾ പറഞ്ഞു തരാനാണ് യൂസുഫ് കിസ്സ പറഞ്ഞിരിക്കുന്നത്. യൂസുഫ് കിസ്സ പറഞ്ഞു തരാനല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 കൊല്ലക്കാലത്തെ പ്രവാചകത്വ ജീവിതത്തിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ വേദനാജനകമാണ്, ദുരിതപൂർണമാണ്, പീഡനാത്മകമാണ്. ഓ മുഹമ്മദ് നബി, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ചരിത്രം ഞാൻ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞുതരാം. ഇതും പറഞ്ഞിട്ടാണ് യൂസുഫ് ഈസ പറയുന്നത്. ഈ ഖുർആൻ ഇറങ്ങുന്നത് അങ്ങനെയാണ്, യൂസുഫ് സൂറത്ത് ഇറങ്ങുന്നത് അങ്ങനെയാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഓ മുഹമ്മദ്, പ്രയാസമൊന്നും വേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചരിത്രം ആസ്വദിക്കാൻ മുഹമ്മദ് മുസ്തഫാക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് ആ യൂസുഫിന്റെ സംഭവമാണ്, നിങ്ങളെ സംഭവം. അതുകൊണ്ട് യൂസുഫിന്റെ പര്യവസാനമാണ് നിങ്ങളെയും പര്യവസാനം. യൂസുഫിന്റെ പര്യവസാനം എന്താണ് നമുക്ക് നോക്കാം. എന്താണ് പര്യവസാനം എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന രീതി എന്താണ് നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതമായിട്ട് നമ്മളതിനെ കൂട്ടിക്കെട്ടണം. എന്നിട്ട് ബന്ധിപ്പിക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് തന്നെയാണ് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലും. ഇതാണ് എൻ്റെ ഈമാൻ. ഇതുമായിട്ട് വേണം നമുക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ.